ഹലോ ടെക് ലവേഴ്സ്. ഇപ്പം നമ്മളുടെ ആമസോൺ പ്രൈം ഡേ സെയിൽ നടക്കുകയാണ് അല്ലേ. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, ഫോൺസിലൊക്കെ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം കുറേ പേര് എടുക്കാൻ കാത്തു നിൽക്കുന്നവരായിരിക്കും, കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ അറിയാം. അപ്പം അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഓഫേഴ്സ് ഉണ്ട് അല്ലേ. ഫ്ലിപ്കാർട്ടിലും ബിഗ് സേവിങ്സ് ഡേ നടക്കുകയാണ്. ഒരുപാട് മൊബൈൽ ഫോൺസ് ഓഫറിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺസ്, അതായത് ഈ ഒരു ബ്രാൻഡ്സ് നമ്മൾ എടുക്കുമ്പം നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ റിവ്യൂ നോക്കാറുണ്ടാവും അല്ലേ. മൊബൈൽ ടെക്കീസിൻ്റെയും കുറേ റിവ്യൂസ് ഒക്കെ നോക്കാറുണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു സർവീസ് ടെക്നീഷ്യൻ്റെ റിവ്യൂ കൂടെ അറിയുന്നത്. അതാകുമ്പം ഏത് മോഡൽസാണ്, എന്ത് കംപ്ലയിൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ പറ്റും. ഈ മോഡൽ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ എല്ലാ സർവീസ് ടെക്നീഷ്യന്മാരെടുത്തും പോയിട്ട് നമുക്ക് ചോദിക്കാം ഏത് ഫോണാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ഏത് മോഡലാണ്, ആ മോഡൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാവുമോ, ആ കംപ്ലൈൻറ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ. അതിന് ഓക്കെ, നമുക്ക് നമ്മളുടെ സീനിയർ മോസ്റ്റ് ടെക്നീഷ്യൻ നഖിലേഷനോട് തന്നെ ആദ്യം തുടങ്ങാം. നഖിലേഷ് ചേട്ടാ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള മോഡൽ ഏതാണ്? സെയിം കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മോഡലിനെ കുറേ കംപ്ലൈൻറ്റ്സ് ഇങ്ങനെ എൻട്രി ആയിട്ട് വന്നിട്ടുള്ളത്? അത് ഈ റെഡ്മിയിലാണെങ്കിൽ റെഡ്മി 9 പവർ 90 അതൊക്കെ സെയിം ബോർഡാണ്. ഒക്കോ M3 അങ്ങനത്തെ സെയിം ബോർഡ് വരുന്ന കുറച്ച് മോഡലുണ്ട്. 99 പവർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അധികം ഡെഡ് വന്നാൽ ഈ നെറ്റ്വർക്ക് റെഗുലേറ്റർ ഐ സി ഉണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ കിട്ടിയിട്ട്. 100% റെഡി ആവുന്നൊരു കംപ്ലൈൻ്റ് ആണ്. റെഡി ആവും അല്ലേ. അപ്പോൾ അത് എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു മോഡൽ ഫോൺസ്? മോഡൽ എടുത്താൽ അതാണ് മെയിനായിട്ട് വരലൊരു കംപ്ലൈൻറ്റ്. അതിൽ അത് ഏത് ഡെഡ് വന്നാലും റെഡി ആയാലും ആ സാധനം കൊണ്ടാണ്, നെറ്റ്വർക്ക് റെഗുലേറ്റർ ഐ സി കൊണ്ട്. നെറ്റ്വർക്ക് വന്നാലും അതിനെ വരല്, ഒരുമാതിരി കംപ്ലൈൻ്റ് ഒക്കെ അതുകൊണ്ടാണ് കിട്ടല്. ലോഗോ വന്ന് ഓഫായി പോകുന്നുണ്ട്, ചിലപ്പോൾ ചാർജർ കുത്തിയാൽ ചിലപ്പോൾ ലോഗോ വന്ന് ഇങ്ങനെ കളിക്കൂ, ആ കംപ്ലൈൻ്റ് ഒക്കെ അതുകൊണ്ടാണ് വരല്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയാൻ നമുക്ക് എത്ര പറയാൻ പറ്റും, ഒരു 100-ൽ? അതിൻ്റെ ഒരു 99% റെഡി ആയാലുണ്ട് ആ പ്രശ്നം, ആ സെറ്റ്. അപ്പോൾ ആ ഒരു മോഡൽസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് അടുത്ത സീനിയർ ടെക്നീഷ്യൻ സഫ്വാനിലേക്ക് പോകാം. സഫു എത്ര കൊല്ലായി ഈ ഫീൽഡിൽ? ഞാൻ ഏകദേശം ഒരു 10 വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണം. കുറേ ഫോൺസ് സർവീസ് ചെയ്തിട്ടുണ്ട്. അതെ. അതിലിപ്പം ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ ഇഷ്യൂസ് വരുന്ന മോഡൽ കംപ്ലൈൻ്റ് ആയിട്ട് അധികം ഐഫോണിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 7, 7+ ഒക്കെ ഓഡിയോ ഐ സി മെയിനായിട്ട് വരുന്നത് കംപ്ലൈൻറ്റ്. പിന്നെ റെഡ്മീൻ്റെ മോഡൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 8A എന്ന് പറഞ്ഞ മോഡൽ അധികം 4G ഐ സി കംപ്ലൈൻറ്റ് വരാറുണ്ട്. 4G പവർ ആംപ്ലിഫയർ. അത് റെഡി ആവാറുണ്ടോ? അതൊക്കെ റെഡി ആവാറുണ്ട്. അപ്പോൾ ഐഫോൺ ആയാലും റെഡി ആവാറുണ്ട്. പിന്നെ അടുത്ത കാലത്തായിട്ട് 13 Pro Max 13 Proയിൽ അപ്ഡേഷൻ ചെയ്താൽ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതിന് സൊല്യൂഷൻ ഉണ്ട്, പക്ഷേ അങ്ങനെ കംപ്ലൈൻറ്റ് വരുമ്പോൾ കസ്റ്റമർ ബുദ്ധിമുട്ടിലായി പോകുന്നു. ഇപ്പം ചില മോഡൽസ്, അതായത് 13-ലൊന്നും അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, കേരളത്തിൽ കൊടുത്താലും അത് എടുക്കില്ല, അല്ലെങ്കിൽ എടുക്കില്ല എന്നല്ല, ആ ഒരു ഡിസ്പ്ലേ മാറ്റണം, ഇത്ര എമൗണ്ട് ആവുന്നാ പറയുന്നത്. അതിപ്പം എന്താ ചെയ്യുക, നമ്മൾ ആ ഒരു മോഡൽ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ മാറ്റില്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല. ഈ ഒരു ബിഗ് ബില്യൺ സെയിൽസ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെ അല്ല ആമസോണിലെ പ്രൈം ഡേ സെയിലിൽ ഒരു ഐഫോൺ 13 എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ കസ്റ്റമർക്ക്? 13 എടുക്കുന്നതുകൊണ്ട് അതേ ബുദ്ധിമുട്ട് തന്നെയാണ്. 13 ബുദ്ധിമുട്ടാണ്, കാരണം അതിൻ്റെ ഡിസ്പ്ലേ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി വരും, ചേഞ്ച് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് അജുവിന് എടുത്ത് ചോദിക്കാം. ഏതാണ് അജു ചെയ്തതിൽ ഏറ്റവും കൂടുതൽ, അജു ഈ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വന്നിട്ടുള്ള മോഡൽ ഏതാണ്? ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് സാംസങ്ങിൻ്റെ A സീരീസ് മോഡല് നല്ല കംപ്ലൈൻ്റ് ആണ്. എന്താ വെച്ചാൽ മെയിൻ കംപ്ലൈൻറ്റ് വരുന്നത് അതിൽ CPU ഡാമേജ് ആയിട്ടാണ് കംപ്ലൈൻറ്റ് വരുന്നത്. ചെയ്താൽ റെഡി ആവുന്ന കേസുമാണ് ഏറ്റവും കൂടുതൽ അതിലാണ് വരുന്നത്. അപ്പം ഈ ഒരു സെയിലിൽ ഇപ്പം A സീരീസ് ഫോൺ കസ്റ്റമർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ അഭിപ്രായം? അവർക്ക് വാറണ്ടിയിൽ തന്നെ അത് റെഡിയാക്കാൻ പറ്റുമോ, അതോ ഔട്ട് ഓഫ് വാറണ്ടി, അതായത് നമ്മൾ പോലത്തെ സർവീസ് സെന്ററിൽ വന്ന് റെഡിയാക്കേണ്ടി വരും? വാറണ്ടിയിൽ എന്തായാലും ഈ കംപ്ലൈൻറ്റ് വരൂല, കുറച്ച് കഴിയും. എന്തായാലും 1 ഇയർ 2 ഇയറിൻ്റെ ഇടയിലായിരിക്കും കംപ്ലൈൻ്റ് ഒക്കെ വരാം.
എന്ന് കഴിഞ്ഞാൽ CPU ചെയ്താൽ റെഡി ആവും. ഓക്കെ, അപ്പോൾ അതാണ് അജു പറയുന്നത്. ഇനി നമ്മളെ ഏറ്റവും യങ്ങസ്റ്റ് ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിക്കുക. യങ്ങസ്റ്റ് എന്ന് വെച്ചാൽ വയസ്സുകൊണ്ട് മാത്രം കേട്ടോ, എക്സ്പീരിയൻസും ഉണ്ട്, സീനിയർ ടെക്നീഷ്യൻ തന്നെയാണ്. ലുക്കോ, ഇപ്പം എത്ര കൊല്ലം ഈ മൊബൈൽ ഫോൺ സർവീസ് ഫീൽഡിൽ? ഞാനിപ്പോ ഒരു 6 കൊല്ലം കഴിഞ്ഞു. ഈ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വന്നിട്ടുള്ള മോഡൽസ്, അതായത് റീസെന്റ് ലാസ്റ്റ് ഇയേഴ്സ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വന്നിട്ടുള്ള മോഡൽസ് ഏതൊക്കെയാ? ഞാനിപ്പോ ഒരുവിധം എല്ലാ മോഡലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഏതാണ് കംപ്ലൈന്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്? ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സാംസങ്ങിന്റെ മോഡലാണ്. സാംസങ്ങിന്റെ ഏത് മോഡൽ? സാംസങ്ങിന്റെ ഒരുവിധം എല്ലാ ഫോണുകളും കംപ്ലൈന്റ് അടിച്ച് വരാറുണ്ട്. ഈവൻ നമ്മളിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്ന S22, S21 വരെ കംപ്ലൈന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ സാംസങ് S20 സീരീസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ അവര് വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടല്ലേ അവര് പുറത്തിറക്കുന്നത്. അപ്പൊ ഈ കുറെ കംപ്ലൈന്റ് നമുക്ക് ഈ അടുത്തായിട്ട് ഒരുപാട് പേര് വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് ആ സെറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ലേ? ഇഷ്ടംപോലെ സെറ്റ് വെള്ളം കയറി വരുന്നുണ്ട്. മഴക്കാലാണല്ലോ പൊതുവെ, ഒരുപാട് ഫോൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ്സ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡാമേജ് ആയിട്ടുള്ള സെറ്റുകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഈ വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ള ഫോണുകളാണെന്നുണ്ടെങ്കിലും അതും വെള്ളം കയറിയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവര് വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പിന്നെയും ഈ വലിയ വലിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ് വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്, പക്ഷെ അതും തന്നെ നമുക്ക് വാട്ടർ ഡാമേജ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അവര് നമ്മളെ കസ്റ്റമർ എന്ത് ധൈര്യത്തിലാണ് ഈ ഫോൺ എടുക്കുന്നത്? അത് ഈ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു കമ്പനി പോയി കച്ചറ ഉണ്ടാക്കുക, അല്ല ഇപ്പോൾ വേറെ എന്ത് ചെയ്യാനാ. പക്ഷെ അവര് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ, അതായത് ഒരു മിനിമം ഇതേ പറയുന്നുള്ളൂ. അതായത് ഇത്ര ഡിസ്റ്റൻസ് അല്ലെ ഇത്ര മീറ്റർ വരെ വെള്ളത്തിൽ ഇതാക്കാൻ പറ്റുമല്ലോ, ഇത്ര സെക്കൻഡ്സ് തട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വാട്ടർ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ടാവുള്ളൂ. അഥവാ നമ്മളിപ്പോൾ വെള്ളത്തിൽ മുക്കി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറും. അത് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെള്ളം കയറി സർവീസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ കയറി വന്ന 2-3 ദിവസം അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഉപയോഗിക്കാം, എല്ലാം അതിനുള്ള സെറ്റ് കംപ്ലീറ്റ് ഡെഡ് ആയിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ നമുക്കിപ്പോൾ ഓഡിയോ സെക്ഷനിലാണ് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ സെറ്റിൽ ഓഡിയോ വർക്ക് ചെയ്യില്ല. പിന്നെ അത് കൂടുതൽ വെക്കും തോറും അതിൽ ബോർഡിൽ വരുന്ന പ്രിൻ്റൊക്കെ കംപ്ലീറ്റ് ദ്രവിച്ച് ആകെ ഡാമേജ് ആയിപ്പോവും. പിന്നെ റെഡിയാക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വരാം. ഈ വാട്ടർ ഡാമേജ് ആയ സെറ്റ് ചെയ്തപ്പം എത്ര ദിവസത്തിനുള്ളിൽ നമ്മളെ സർവീസ് ചെയ്യാൻ കൊണ്ടുവരണം? വെള്ളം കയറിയ സെറ്റ് വെള്ളം കയറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊതുവെ കുറേ ആൾക്കാരൊക്കെ നമ്മൾ ഈ അരിയിലൊക്കെ പൂത്തി വെക്കും, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും അത് ക്ലീൻ ആക്കാൻ തന്നെ വേണം. ഓക്കെ, അപ്പോൾ ലുക്കും അതങ്ങനെയാണ് പറയുന്നത്. ഈ പല കമ്പനി സെറ്റുകളും വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് നമുക്ക് വെള്ളത്തിൽ മുക്കാന്നുള്ള ഒരു ഇതല്ല, അത് ഇത്ര ടൈമിനുള്ള. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമ്മളുടെ സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻ ആൻഡ് EMMC സ്പെഷ്യലിസ്റ്റ് ആയ അഖിലിനോട് ചോദിക്കാം. അഖിലേ, നിനക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വന്നിട്ടുള്ള മോഡൽ ഏതാണ്? എന്ത് കംപ്ലൈന്റ് ആണ് അത് വരാറുള്ളത് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വന്നിട്ടുള്ള സോഫ്റ്റ്വെയറിലാണെങ്കിൽ കോമൺ ആയിട്ട് എല്ലാ ഫോണുകൾക്കും കംപ്ലൈന്റ് വരും. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അത് കസ്റ്റമർ യൂസ് ചെയ്യണ പോലെ ഉണ്ടാവും. പിന്നെ അതുപോലെ കംപ്ലൈൻറ്റ്സ് EMMCയിലാണ്, ഞാൻ EMC ആണ് കൂടുതൽ കംപ്ലൈൻറ്റ്സ് ചെയ്യാറുള്ളത്. അത് പോക്കോ, MI, അതുപോലെ തന്നെ സാംസങ്ങിന്റെ ചില സെറ്റുകൾ, അതൊക്കെയാണ് കൂടുതൽ EMCയിൽ കംപ്ലൈന്റ് വരാറുണ്ട്. ഈ ഒരു സെറ്റുകൾ മാത്രമല്ല, അതേപോലെ പിക്സൽ, OnePlus, ഇതെല്ലാം EMCയുടെ ഡാമേജ് വരാറുണ്ട്. പക്ഷെ കൂടുതലും വരാറുള്ളത് MI, പോക്കോ ആ ഒരു ബ്രാൻഡാണ്. അതൊക്കെ റെഡി ആവാറുണ്ടോ? ഒരു 80% റെഡി ആവാൻ ചാൻസ് ഉള്ള സെറ്റുകളാണ്. ഓക്കെ, അതിപ്പം അധികം വാറണ്ടി പീരീഡിനുള്ളിലാണോ അതോ വാറണ്ടി കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ വാറണ്ടി പീരീഡ് 1 ഇയർ കഴിഞ്ഞാലാണ് നമുക്ക് ഈ കംപ്ലൈൻറ്റ്സ് വരാറുള്ളത്. പണ്ടുള്ള ഫോണുകളൊക്കെ ആണെങ്കിൽ 2016, 17, 18 ആ റേഞ്ചുള്ള ഫോണുകളൊക്കെ ഈ ഒരു ടൈമിൽ 2020 ഒരു 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ആ കംപ്ലൈൻറ്റ്സ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത് 2020 ശേഷം ഇറങ്ങുന്ന ഫോണുകൾ കൂടുതലും 1 ഇയർ കഴിയുമ്പോൾ ഓൺ ദ സ്പോട്ട് കംപ്ലൈൻറ്റ്സ് കാണാറുണ്ട്, EMC കംപ്ലൈൻറ്റ്സ് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫോണിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഫോൺ ഹാർഡ് വർക്ക് ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഒരുപാട് ഗെയിംസ്, ഒരുപാട് ഗ്രാഫിക്സ് ഉള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോണിൽ. ആപ്ലിക്കേഷൻസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ഫോണിനെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനോട് പെട്ടെന്ന് അതിൻ്റെ EMC ഫ്ലാഷ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. Cellphonix, Calicut, Road, opposite KSRTC bus stand.